ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BTech സപ്ലിമെന്ററി എക്സാമിനേഷൻ്റെ ഒരു നോട്ടിഫിക്കേഷനും ടൈം ടേബിളും ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ BTech ഇപ്പോൾ സപ്ലിമെന്ററി റെഗുലർ ആസ് വെൽ ആസ് പാർട്ട് ടൈം BTechകാർക്ക് സപ്ലിമെന്ററി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ. അതേപോലെ തന്നെ ടൈം ടേബിളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, BTech 7th സെമസ്റ്റർ 2014 സ്കീം, അതായത് 14-15 അഡ്മിഷൻകാർക്ക് നവംബർ 2019 നടക്കേണ്ടിയിരുന്ന സപ്ലിമെന്ററി എക്സാമിനേഷൻ ആണ് ഇപ്പം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 4-നായിരിക്കും, വെനസ്ഡേ ഓഗസ്റ്റ് 4-ന്. അപ്പോൾ റിവൈസ്ഡ് ടൈം ടേബിൾ ഈസ് ഹിയർ ആൻഡ് ദ ടൈം ടേബിൾ ടൈം വരുന്നത് ആഫ്റ്റർനൂൺ ആണ്. 1:30 to 4:30 PM ആണ് ടൈം വരുന്നത് എക്സാമിനേഷൻ്റെ. അത് എല്ലാ ദിവസവും എക്സെപ്റ്റ് ഓൺ ഫ്രൈഡേയ്സ്. ഓൺ ഫ്രൈഡേയ്സ് 2 PM to 5 PM ആണ് എക്സാമിനേഷൻ ടൈം വരുന്നത്. മാക്സിമം മാർക്സ് വരുന്നത് 100 ആണ്. ഇനി നമുക്ക് ഓരോ സ്കീമിലെയും, അതായത് ഓരോ സ്ട്രീമിലെ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം, അതായത് ടൈം ടേബിൾ കാണാം. അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീമാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കോഴ്സിൻ്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഡും സബ്ജക്റ്റും ഒന്ന് ചെക്ക് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഡേറ്റും ചെക്ക് ചെയ്യുക. അപ്പോൾ വെനസ്ഡേ 4th ഓഗസ്റ്റ് വരുന്ന എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത്, ഏത് സ്ട്രീം ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ കോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ME, CE, സോ ആൻഡ് സോ. അപ്പോൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ കോഴ്സ് കോഡും സബ്ജക്റ്റും ചെക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് എക്സാം വരുന്നത് 5th ഓഗസ്റ്റിനാണ്. അപ്പോൾ 5th ഓഗസ്റ്റ് ഇറ്റ്സ് തേഴ്സ്ഡേ. അപ്പോൾ തേഴ്സ്ഡേ വരുന്ന എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കോഴ്സും കോഡും നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാം 6th-നാണ്. അപ്പോൾ ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല, ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആണ് എക്സാംസ്. 4th, 5th, നൗ ഇറ്റ്സ് 6th ഫ്രൈഡേ ആണ്. ഓഗസ്റ്റ് 6th-ന് വരുന്ന എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോഴ്സും സബ്ജക്റ്റും ഇവിടുന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് എലക്റ്റീവ് പേപ്പർ, ഫസ്റ്റ് എലക്റ്റീവ് പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഓഗസ്റ്റ് 9th, അതായത് മൺഡേ ആണ് ഫസ്റ്റ് എലക്റ്റീവ് പേപ്പർ വരുന്നത്. അപ്പോൾ ഓരോ കോഴ്സിനും മോർ ദാൻ 1 എലക്റ്റീവ്സ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോഴ്സിനും 2 എലക്റ്റീവ്, 3 എലക്റ്റീവ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ എക്സാം ഏതാണ്, അത് ഈ 9th ഓഗസ്റ്റിനാണ് നിങ്ങളുടെ ഫസ്റ്റ് എലക്റ്റീവ് എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് കോഡും ഡീറ്റെയിൽസും ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ എലക്റ്റീവിലേക്കും നമുക്കൊന്ന് ഓടിച്ചിട്ട് പോവാം. സോ 9th ഓഗസ്റ്റിന് മൺഡേ വരുന്ന ഫസ്റ്റ് എലക്റ്റീവ് പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഓവർ ടു സെക്കൻഡ് എലക്റ്റീവ് പേപ്പർ. സെക്കൻഡ് എലക്റ്റീവ് പേപ്പർ വരുന്നത് ട്യൂസ്ഡേ ആണ്, 10th ഓഗസ്റ്റിന്. അപ്പോൾ പേപ്പർ നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഓക്കെ, ഇത്രയുമാണ് ടൈം ടേബിൾ വരുന്നത്. 4th ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് 10th ഓഗസ്റ്റിന് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ 14-15 അഡ്മിഷനും മറ്റ് ടൈം ടേബിൾ BTech സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിനേഷൻസ് വരുമ്പോൾ, സപ്ലിമെൻ്ററി എക്സാമൊക്കെ വരുമ്പം അറിയാനായിട്ട് ഈ വീഡിയോസൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ ഈ ഇൻഫർമേഷനൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. പലരും ഇത് അറിയാതെ പോകുന്നുണ്ട്, എക്സാമായി അല്ലെങ്കിൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ. അതേപോലെ ഇതുപോലെ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് അഡ്മിഷൻ, അതേപോലെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ എനിവേ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്, ഇഷ്ടപ്പെടാൻ വഴിയില്ല. എനിവേ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. പ്രിപ്പയർ വെൽ. So take care. See you in the next video. Thank you.